നിങ്ങൾക്കറിയാമല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ 8-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയെന്നാണ്. അണ്ടർനീത്ത്സ്, അവൻ്റെ കാലിൻ്റെ കീഴെ ആക്കി. എവ്രിതിങ്, എല്ലാ മൃഗങ്ങളെയും എല്ലാ സൃഷ്ടികളെയും ദൈവം എവിടെ ആക്കിയിരുന്നു? മനുഷ്യൻ്റെ കാൽക്കീഴാക്കിയിരുന്നു. മനുഷ്യൻ്റെ കാൽക്കീഴെയാണ് ദൈവം പാമ്പിനെയും ആക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് പാപം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കാൽക്കീഴെ കിടക്കേണ്ട പാമ്പ് എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴാണ്. വർത്തമാനം പറയണമെങ്കിൽ ഫേസ് ടു ഫേസ് നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഹവ്വായ്ക്ക് പറയാൻ കഴിയണമായിരുന്നു, സെർപ്പൻറ്റ്, നിന്നെ ദൈവം എൻ്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ്, താഴെ കിടക്കവിടെ. ഇതായിരുന്നു ഹവ്വ സർപ്പത്തോട് പറയേണ്ടിയിരുന്നത്. ഇതുതന്നെയാണ് നമ്മളുടെ ഇമോഷൻസ് ആണെങ്കിലും നമ്മുടെ ചിന്താഗതികളാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ഇൻഫ്ലുവൻസസും നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം എന്താണ്? വികാരങ്ങളെ നമ്മൾ എവിടെയായിരിക്കും ഇട്ടിരിക്കേണ്ടത്? നമ്മളോട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വികാരങ്ങളെ അനുവദിക്കാൻ പാടില്ല. അതെവിടെ കിടക്കണം? കാലിൻ്റെ കീഴെ കിടക്കണം. മോഹങ്ങൾ ഉയർന്നു വരുവാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. അതെവിടെ കിടക്കണം? കാലിൻ്റെ കീഴെ കിടക്കണം. കസേര കാലിൻ്റെ കീഴെ കിടക്കണം. ഇന്ന് നേതൃസമൂഹത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കസേര നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്നതാണ്. കസേര എവിടെ കിടക്കേണ്ടത്? കാലിൻ്റെ കീഴെയാണ് കിടക്കേണ്ടത്. കാലിൻ്റെ കീഴെ കിടക്കുന്നതിനൊരു പ്രശ്നവുമില്ല. പണം കാലിൻ്റെ കീഴെ കിടക്കണം. കാലിൻ്റെ കീഴെയാണ് ദൈവം സകല സൃഷ്ടിയെയും ആക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ കാലിൻ്റെ കീഴെയാണ്. അതെപ്പോൾ കാലിൻ്റെ കീഴെ നിന്ന് മുകളിലോട്ട് കയറുന്നോ, നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നോ, അപ്പോഴാണ് നന്മ നഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് നന്മ നഷ്ടപ്പെടുന്നത്. കയ്യിനോട് ദൈവം പറയാണ്, പാപം നിൻ്റെ വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, അതിനെ മുകളിലേക്ക് കയറാൻ നീ അനുവദിച്ചുകൂടാ, നീ അതിനെ ട്രാമ്പിൾ ചെയ്യണം, കീഴടക്കണം. അത് ദൈവപ്രസാദമാണ്. എന്തുകൊണ്ട് ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു? ബിക്കോസ് പാപത്തെ കാൽക്കീഴയിട്ട് ചവിട്ടി മെതിച്ചവനാണ് ഹാബേൽ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ്? മറ്റൊന്നുമല്ല, തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ പോലും അവൻ അഹങ്കരിച്ചില്ല. അതിനുശേഷം അവൻ്റെ സഹോദരൻ വരൂ നമുക്ക് മറ്റൊന്നുമല്ല, തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ പോലും അവൻ അഹങ്കരിച്ചില്ല. അതിനുശേഷം അവൻ്റെ സഹോദരൻ വരൂ നമുക്ക് വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ഹി വാസ് ഒബേയിങ് ഹിസ് ബ്രദർ. അവൻ ഒരിക്കലും പറഞ്ഞില്ല, നോ ഐ കനോട്ട് കം വിത്ത് യു, നിനക്കറിയാമല്ലോ നീ ചേട്ടനൊക്കെ ആയിരിക്കും, കാര്യം ശരിയാ, പക്ഷേ എൻ്റെ യാഗത്തിൽ ആ ദൈവം പ്രസാദിച്ചത് ഓർത്തോണം എന്നവൻ പറഞ്ഞോ? ഇല്ല. അവനിൽ അസൂയ വളർന്നില്ല, അവനിൽ കോപം വളർന്നില്ല, അവനിൽ യാതൊരു രീതിയിലുള്ള സാത്താൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ടാകാൻ അവൻ അനുവദിച്ചില്ല. അവൻ എന്ത് ചെയ്തു? ഹി ട്രാമ്പിൾഡ്. അവനെല്ലാം കാൽ കീഴയിട്ട് ചവിട്ടി മെതിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ വീട്ടിലൊരു റോൾ മോഡൽ ഇല്ലായിരുന്നു. അവൻ്റെ അപ്പൻ പാപത്തിന് അധീനപ്പെട്ട വ്യക്തിയാണ്, അവൻ്റെ അമ്മ പാപത്തിന് അധീനപ്പെട്ട വ്യക്തിയാണ്, അവൻ്റെ സഹോദരൻ പാപത്തിന് അധീനപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ അവൻ പറഞ്ഞു, ഐ വിൽ സ്റ്റാൻഡ് അലോൺ. എൻ്റെ സഹോദരൻ, അവൻ്റെ ആത്മീയത അവൻ്റെ വീട്ടിൽ ആർക്കും മനസ്സിലായില്ല, എന്നിട്ടും അവൻ നേരെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ അവൻ്റെ സമൂഹത്തിലോ അവൻ്റെ വീട്ടിലോ ആൾക്കാർക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം. ഒരുപക്ഷേ മിഖയാവിൻ്റെ കാര്യത്തിൽ ഒരു ചെകിട്ടത്തടി കൊണ്ട് കാര്യം തീർന്നെങ്കിൽ ഇവിടെ ചെകിട്ടത്തടി കൊണ്ടല്ല കാര്യം തീരുന്നത്. ഹി ഹാഡ് ടു ഗിവ് ഹിസ് ഓൺ ലൈഫ്. ഹി സാക്രിഫൈസ് ഹിസ് ഓൺ ലൈഫ്. എന്തിനു വേണ്ടി? ദൈവികമായ ആ ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുവാൻ, ദൈവത്തോട് ചേർന്ന് അവനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിക്കാൻ വേണ്ടി അവന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും ഹാബേൽ എന്ത് ചെയ്തില്ല? അവൻ പിന്തിരിഞ്ഞില്ല.
അവൻ ദൈവികമായ പാതയിൽ തന്നെ നിലനിന്നു. അപ്പോൾ റോൾ മോഡലില്ല എന്ന് പറയുന്നത് ഒരിക്കലും നന്മ ചെയ്യുവാനോ നന്മയിൽ ജീവിക്കാനോ ഉള്ള, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള കാര്യങ്ങൾക്ക് ഒരു തടസ്സവാദമായി ആർക്കും ഉന്നയിക്കാൻ കഴിയത്തില്ല. എൻ്റെ സഭയിൽ അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റർ അങ്ങനെയാണ്, ഞങ്ങളുടെ പ്രസ്ബിറ്റർ അങ്ങനെയാണ്, ഞങ്ങളുടെ സൂപ്രണ്ട് അങ്ങനെയാണ്, ഞങ്ങളുടെ പ്രസിഡൻ്റ് അങ്ങനെയാണ്, ഞങ്ങളുടെ യൂത്ത് ലീഡർ അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു അർത്ഥവുമില്ല. ദൈവം എന്താഗ്രഹിക്കുന്നു? നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, നന്മ ചെയ്യുവാൻ എന്ന് തന്നെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തൊരു ജീവിതം നമുക്ക് ആവശ്യമില്ല. ഒറ്റപ്പെടുത്തപ്പെടുന്നവൻ്റെ ജീവിതം ദൈവപ്രസാദമുള്ള ജീവിതമാണ്. ഹാബേൽ ദൈവത്തോട് കൂടെ നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വേറെ ഒന്നിൻ്റെയും കൂടെ നടന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. എല്ലാത്തിൻ്റെയും കൂടെ നടക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാബേൽ ദൈവത്തോട് കൂടെ നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തില്ല? അവൻ ലോകത്തോടു കൂടെ നടന്നില്ല. ലോകം പറയുന്നത് പോലെ പറഞ്ഞില്ല, ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചില്ല. ഹി വാസ് സ്റ്റാൻഡിങ് അലോൺ. ഹി വാസ് സ്റ്റേയിങ് വിത്ത് ജീസസ്. ഹി വാസ് സ്റ്റേയിങ് വിത്ത് ഗാഡ്. അവൻ യഹോവയോടുകൂടെ, യേശുവിനോടുകൂടെ, ദൈവത്തോടുകൂടെ. ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതാണ്, വി നീഡ് ടു വാക്ക് അലോൺ. അവൻ്റെ തലമുറയിൽ വേറെ ആരും നടന്നില്ല, പക്ഷെ അവൻ നടന്നു. ഹി വാസ് വാക്കിംഗ് വിത്ത് ഗാഡ്. അവനതിന് കോസ്റ്റ് കൊടുക്കേണ്ടി വന്നോ? തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വന്നു. നമ്മൾ യൂദായുടെ ലേഖനം 14 വാക്യം വായിക്കുമ്പോഴത്തേക്ക് ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ ദൂഷണം നിമിത്തവും എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? ഇത്രയും വിശുദ്ധനായിട്ട് ജീവിച്ച ഹാബേലിന് പോലും അവന് നേരെ ദൂഷണം പറയുന്നവൻ അവൻ്റെ തലമുറയിൽ ഉണ്ടായിരുന്നെന്നാ, അല്ലേ? am I right? അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അതുകൊണ്ട് ഭക്തിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ബഹുമാനിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട. മിക്കവരും ഭക്തിയോടെ ജീവിക്കുന്നത് തന്നെ ബഹുമാനം കിട്ടാനാണ്. പക്ഷേ ഇവിടെ എന്താണ്? ബഹുമാനം കിട്ടുകയല്ല, ബഹുമാനം നഷ്ടപ്പെടുകയാണ്. ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരമായ ഹാർഷ് തിങ്സ്, നിഷ്ഠൂരമായ കാര്യങ്ങൾ. ദൈവത്തോട് കൂടെ നടന്ന വ്യക്തിയോട് പോലും ഹാർഷായിട്ടാണ് ലോകം ഇടപെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് നമ്മളെ പിന്തിരിപ്പിക്കുന്നില്ല. ഹി വാസ് സ്റ്റിൽ വാക്കിംഗ് വിത്ത് ഗാഡ്. അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് കൂടെ മാത്രം നടന്നു. ലോകത്തിലേക്ക് അവൻ ഇറങ്ങിപ്പോയില്ല. അവൻ ദൈവത്തോട് കൂടെ നടന്നത് കൊണ്ടുണ്ടായ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത്, ഹി വാസ് വാക്കിംഗ് വിത്ത് ഗാഡ് ആൻഡ് ഹി വാസ് നോട്ട്, ബിക്കോസ് ഗാഡ് ഹാസ് ടേക്കൺ ഹിം. യഹോവ അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. അവനെ കാണാതെയായി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൃത്യമായ ട്രാൻസ്ലേഷൻ അവൻ ഇല്ലാതെയായി എന്ന് പറയുന്നതാണ്. ആൻഡ് ഹി വാസ് നോട്ട്, അവൻ ഇല്ലാതെയായി. ദൈവത്തോടു കൂടെ നടന്നാലുള്ള പ്രത്യേകതയാണ് നമ്മൾ ഇല്ലാതാകുക എന്ന് പറയുന്നത്. നമ്മളങ്ങ് ഇല്ലാതാകും. അതേ ഉള്ളൊരു മാർഗം, വേറെ ഒരു മാർഗ്ഗമില്ല. നമ്മൾക്ക് ചിലപ്പോൾ ആളുകൾ ചോദിക്കും, ബ്രദറെ എൻ്റെ ഈ സ്വയത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഇല്ലാതാകാൻ എന്നാ മാർഗം? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ കോപവും നമ്മുടെ ക്രോധവും ഒക്കെ അങ്ങ് ഇല്ലാതെയാകും. ഇതില്ലാതാകണമെന്ന് നമുക്ക് വാസ്തവത്തിൽ ആഗ്രഹം പോലും ഇല്ലാതെ അതിനകത്തെ പ്രശ്നം. ചിലപ്പോൾ ആളുകൾ പറയാറില്ലേ, അത് ബ്രദറെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന്. എൻ്റെ മുൻകോപം എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അവിടെ ഇരിക്കട്ടെ, അത് പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ ജന്മം ചെയ്താൽ പോകത്തില്ല. കാര്യം അറിയാമോ, നമുക്കങ്ങനെ പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം വി ലവ് സിൻ. പലപ്പോഴും നമ്മുടെ പ്രോബ്ലം നമ്മൾ പാപത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാപം വിട്ടിട്ട് പോകാത്തത്. അങ്ങനെ ലഘുവായിട്ട് കാര്യങ്ങൾ പറയരുത്. ഇഫ് യു വാണ്ട് ടു സ്റ്റാൻഡ് അലോൺ, എന്താണ്, യു നീഡ് ടു ബി വെരി ഹാർഷ് ടുവേർഡ്സ് തിങ്സ് ഓഫ് ദിസ് വേൾഡ്. ലോകത്തിൻ്റെ കാര്യങ്ങളോട് വളരെ ഹാർഷായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവികമായി ജീവിക്കുവാനും ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിലകൊള്ളാനും കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് പറ്റത്തില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ സാധാരണ പറയുമല്ലോ, ഈ മീൻ വെട്ടുമ്പോഴത്തേക്ക് പൂച്ച വന്ന്, അയല വെട്ടുന്ന കൂട്ടത്തിൽ പൂച്ച വന്നിരുന്ന് കഴിഞ്ഞാൽ അയലയും കൊണ്ട് പൂച്ചയെ അടിച്ചാൽ പൂച്ച പോകത്തില്ലെന്ന് പറയുമല്ലോ. പൂച്ച വന്ന് അടുത്തിരിക്കുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യും? മീൻ കൊണ്ട് പോ പൂച്ച എന്ന് പറഞ്ഞ് അയല കൊണ്ടൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച ഒറ്റ ഓട്ടമായിരിക്കും. ഒന്നുമല്ല. അപ്പം മീൻ കൊണ്ട് അയല അടിക്കുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഓടിച്ചു വിടാനായിട്ട് നോക്കുന്നത്. നമ്മുടെ മോഹങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുത്ത് അതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ, എൻ്റെ ബ്രദറെ ഇത് അങ്ങനെയൊന്നും പോകുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു ആർ ഫീഡിങ് യുവർ
സിൻസ്, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ മോഹങ്ങളെ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ അത് പോകുന്നത്? അതൊരിക്കലും പോകത്തില്ല. ഇഫ് യു വാണ്ട് ടു സ്റ്റാൻഡ് അലോൺ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് വാക്കിംഗ് വിത്ത് സംബഡി എൽസ്, സംതിങ് എൽസ്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവൻ വേറെ ഒന്നിൻ്റെയും കൂടെ നടക്കുന്നില്ല. അവനിൽ നിന്ന്, അങ്ങനെ ദൈവത്തോട് കൂടെ നടക്കുന്നവനിൽ നിന്ന് ലോകത്തിൻ്റെ സകല കാര്യങ്ങളും ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നോ അത്രത്തോളം നമ്മളിൽ നിന്ന് ലൗകിക മോഹങ്ങളും താല്പര്യങ്ങളും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫ്ലൈറ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലൈറ്റിലിപ്പം വിൻഡോ സീറ്റിൽ ഒരാൾ കയറി ഇരിക്കുകയാണെങ്കിൽ, അപ്പം വിൻഡോ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താ? നമ്മൾ ആദ്യം എയർപോർട്ടിൻ്റെ വലിയ ബിൽഡിങ് കാണുന്നു, അത് കഴിഞ്ഞ് വലിയ വലിയ കെട്ടിടങ്ങൾ കാണുന്നു, കഴിഞ്ഞ് ഫ്ലൈറ്റ് പെതിയെ പൊങ്ങും തോറും എന്തോ സംഭവിക്കുന്നതെന്നറിയാമോ? പെതിയെ കെട്ടിടങ്ങളുടെ വലിപ്പം കുറയുന്നു. കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് വെറും തീപ്പെട്ടിക്കൂട് പോലെ ആകുന്നു. കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് യാതൊരു സാധനവും താഴെ ഇല്ലാതെയാകുന്നു. ഇതേപോലെ കർത്താവിനോടുകൂടെ ഉയരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പെതിയെ ഭൂമിയിലെ സകല സാധനങ്ങളും എന്തായിത്തീരും? ഇല്ലാതെ ആയിത്തീരുന്ന ഒരു സ്റ്റേജ്. ഇപ്പോഴും ഭൂമിയുടെ നേരെ മോളിൽ കിടന്ന് റൗണ്ട് അടിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്കിതൊക്കെ വലുതായിട്ട് തോന്നുന്നത്. കർത്താവിനോട് കൂടെ ഉയരത്തിലേക്ക് നടക്കുമ്പോൾ, when you are walking with God, you see things so small, things of this world so small, and finally you're not seeing anything, you're seeing only God. നിങ്ങൾ ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ. അവനോട് ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ കർത്താവ് ഒരു പക്ഷേ ഒരു ദിവസം പറയും, മോനെ നീ ഇപ്പം എൻ്റെ കൂടെ നടന്ന് ലോകത്തിൻ്റെ ഒന്നും ഇപ്പം നിനക്ക് ഇല്ല. നിനക്ക് ഇവിടെ ഈ ഭൂമിയിലെ ഒരു സാധനത്തോടും ഒരു കാര്യത്തോടും യു ആർ ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് യുവർ സെൻസ്. നിൻ്റെ പാപങ്ങൾ അല്ലെങ്കിൽ ലോകമോഹങ്ങൾ, അതിനോടെല്ലാം നീ ഇങ്ങനെ പോയതുകൊണ്ട് ഇപ്പം നിനക്ക് ലോകത്തിലെ ഒന്നുമില്ല. അപ്പോൾ ലോകത്തിലെ ഒന്നും ഇല്ലാതെ നീ ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു ടു സ്റ്റേ ദെയർ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്കിനിയിപ്പം ഇങ്ങനെ നടന്ന് പോയപ്പം ഒരാൾ പറഞ്ഞത്, ഹാനോക്കും ദൈവം കൂടി ഇങ്ങനെ നടന്ന് ഒത്തിരി അങ്ങ് പോയി. ഒരു ദിവസം നടന്ന് ഒത്തിരി അങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, എടാ ഇനിയിപ്പം നിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒത്തിരി ദൂരമുണ്ട്, ഇനി നീ വീട്ടിലോട്ട് പോകണ്ട, നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് പോയേക്കാമെന്ന്. അപ്പം കർത്താവിൻ്റെ വീടിനോട് കൂടുതൽ അടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീടിനോടുള്ള, ഈ ഭൂമിയോടുള്ള മോഹങ്ങളും താല്പര്യങ്ങളും എല്ലാം പോകുകയാണ്. Enoch walked with God and he was not, for God has taken him. എത്ര അത്ഭുതകരമായ ഒരു വാക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇഫ് യു സ്റ്റാൻഡ് അലോൺ യു ആർ വാക്കിംഗ് വിത്ത് ഗാഡ് ആൻഡ് യു കനോട്ട് വാക്ക് വിത്ത് സംതിങ് എൽസ്, സംബഡി എൽസ്. മറ്റുള്ളതിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയുകയില്ല. ഹാബേലിൻ്റെ കാര്യത്തിൽ അവന് റോൾ മോഡലില്ലായിരുന്നു. ഹാനോക്കിനും ആരാ ഇത്ര വലിയ റോൾ മോഡലുള്ളത്? ദർ വാസ് നോബഡി. ബട്ട് ഹീ ഡിസൈഡഡ് ടു സ്റ്റാൻഡ് അലോൺ. ഹീ ഡിസൈഡഡ് ടു വാക്ക് വിത്ത് ഗാഡ്. കർത്താവിനോട് കൂടെ നടക്കാൻ അവൻ തീരുമാനമെടുക്കുന്നതാണ്. ഹാബേലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭവനത്തിൽ ആർക്കും അവൻ്റെ ആത്മീയത മനസ്സിലായില്ല. എന്നാൽ നോഹയുടെ കാര്യം എടുക്കുക. നോഹ വാസ് എ പേഴ്സൺ ഹു വാസ് വാക്കിംഗ്, സ്റ്റാൻഡിങ് അലോൺ. ഹാബേൽ അവൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ നോവ അവൻ്റെ തലമുറയിൽ മൊത്തം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ദ ഹോൾ ജനറേഷൻ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ്റെ തലമുറയുടെ ആ പ്രത്യേകത നമ്മളിവിടെ കാണുന്നുണ്ട്. ആ തലമുറയിലെ കർത്താവ് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലത്തേക്കും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്നെഴുതി. അക്കാലത്ത് മല്ലന്മാർ ഭൂമിയിലുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമോ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. നോഹയുടെ കാലത്താണ് സംഭവിക്കുന്നത്. അവിടെ മാത്രമാണ്
When God created everything in this world, you know what God said? It is good, it is good, it is good. ഓരോന്ന് സൃഷ്ടിച്ചപ്പോഴും ദൈവം പറഞ്ഞത് നല്ലത്, നല്ലത്, നല്ലത് എന്ന് കണ്ടു. ഏറ്റവും ഒടുവിൽ സൃഷ്ടിയുടെ മകുടമായിട്ട് അവൻ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവനോട് കൂടെ സമയം ചെലവഴിച്ചു. സെലിബ്രേറ്റഡ്. ഈവൻ സംടൈംസ് ഐ സേ on the seventh day God was, it is not that he was taking rest. നമ്മൾ അങ്ങനെ പറയുന്നത്. ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയേർഡാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ദൈവം ടയേർഡ് ആയതുകൊണ്ട് ഗബ്രിയേലിനെ മീഖായിലിനെ വിളിച്ച്, ഗബ്രിയേൽ, മീഖായിൽ, ഐ വാസ് വർക്കിംഗ് ഹാർഡ് ഫോർ ദ ലാസ്റ്റ് 6 days, ഓ ഐ എം സോ ടയേർഡ്, ലെറ്റ് മീ ടേക്ക് സ്ലീപ്പ് എന്നുവല്ലം പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ 6 ദിവസം ഭയങ്കര കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ടയേർഡാണ്, ഞാനൊന്ന് കിടക്കട്ടെ, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. The seventh day he took rest എന്ന് എഴുതുമ്പോൾ ശരിക്കും ആ റെസ്റ്റ് ഓർ സാബത്ത് എന്ന് പറയുന്ന വാക്ക്, ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് എ സെലിബ്രേഷൻ. അവൻ ആഘോഷിക്കുകയാണ്. ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ. വൈ? അവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാര്യം സൃഷ്ടിയുടെ പൂർണ്ണതയിൽ അവൻ ആഘോഷിക്കുകയാണ്. he was really celebrating. ഈ സെലിബ്രേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, seventh day of God is the first day of man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസവും മിക്കവാറും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. കാര്യം അന്ന് തന്നെയാണ് മൃഗങ്ങളെയും സൃഷ്ടിക്കുന്നത്. സോ ഫൈനലി ഹി ക്രിയേറ്റഡ് മാൻ. സന്ധ്യയായി ഉഷസുമായി 6ാം ദിവസം. 7ാം ദിവസം രാവിലെ മനുഷ്യൻ്റെ 1ാമത്തെ ദിവസം, യഹോവയുടെ 7ാമത്തെ ദിവസം. എന്താ 7ാം ദിവസം സംഭവിക്കുന്നതെന്നറിയാമോ? I certainly believe ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ വിളിച്ച് കൊണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാം കാണിച്ച് യഹോവയോട് കൂടെ, കർത്താവിനോട് കൂടെ, അവൻ്റെ ആദാം ദൈവത്തിൻ്റെ മകൻ എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി നമ്മൾ വായിച്ചു തീർക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി ദൈവം കണക്കാക്കിയ, കരുതിയ, സൃഷ്ടിച്ച ആദമിനെയും ഹവ്വയെയും കൊണ്ട് നടന്ന ദൈവം എന്ത് ചെയ്യുകയാണ്? ഹി വാസ് ജസ്റ്റ് ഷോയിങ് എവ്രിതിങ്. എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ദ സെവൻത്ത് ഡേ ദേ വർ സെലിബ്രേറ്റിംഗ്. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കണം ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ആയിരിക്കണമെന്നല്ല, അതെ. കാരണം ബാക്കിയെല്ലാം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. ഒരു പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയുള്ള തൊട്ടിലും അതിനുവേണ്ടിയുള്ള കുഞ്ഞുടുപ്പുകളും കുഞ്ഞ് പാത്രങ്ങളും എല്ലാം നമ്മൾ ഒരുക്കി വയ്ക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മനുഷ്യന് ആവശ്യമായേക്കാവുന്ന സകല കാര്യങ്ങളെയും സൃഷ്ടിച്ചാക്കിയിട്ട് he created man. And when on the seventh day he was just calling his son Adam, and they were living together, they were walking together, they were celebrating. ഒരു പക്ഷേ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമായിരിക്കണം എന്ത്? മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനോടുകൂടെ സമയം സ്പെൻഡ് ചെയ്തത്. പക്ഷേ ഇപ്പോഴ് എന്താ കാണുന്നത്? ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. ഹി വാസ് ഗ്രീവ്ഡ്. വൈ? എന്തുകൊണ്ടാണ്? അവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന ഭാഗത്ത്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് എന്നേക്കും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അത് ദൈവം വാശിപ്പുറത്ത് പറയുന്ന കാര്യമല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോ ടോൺ ഡിഫറൻസ് ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ശരിയായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നത്. വാട്ട് ഗോഡ് സേസ്, ഐ കനോട്ട് ടോക്ക് ടു മാൻ. എനിക്ക് മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ബിക്കോസ് ഹി ഈസ് ഓൺലി ഫ്ലഷ്. അവൻ ജഡം അല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he is acting as if he has only flesh. അവന് ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ് ഇപ്പോൾ അവൻ്റെ ഇടപെടലുകൾ. പാപം ചെയ്ത മനുഷ്യനോട് പോലും ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നെന്ന് ആലോചിക്കണം. പാപം ചെയ്തതിൻ്റെ പിറ്റേ ദിവസവും പാപം ചെയ്ത അന്ന് തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? ആദാമിൻ്റെ അടുത്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. he was talking. അതിൻ്റെ അർത്ഥം ദൈവത്തിന് നേരെ അവൻ്റെ ആത്മാവിൻ്റെ വാതിലുകൾ പൂർണ്ണമായും അടച്ചു കളഞ്ഞില്ല. മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ്. അത് നമ്മൾ മറന്നു പോകരുത്. ഞാനിതിനെക്കുറിച്ച് പല മെസ്സേജസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പൂർണ്ണമായിട്ട് ആവർത്തിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയുക,
നമ്മൾ ഒരിക്കലും പറയരുത് വി ആർ നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ബീയിങ്സ് വിത്ത് എ സ്പിരിറ്റ്, ബട്ട് വി ആർ സ്പിരിച്വൽ ബീയിങ്സ് വിത്ത് എ ഫ്ലഷ്. നമ്മൾ ആത്മാവുള്ള ഒരു ശരീരജീവിയല്ല, പ്രത്യുത ശരീരമുള്ള ഒരു ആത്മജീവിയാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത്. കാരണം ഗാഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു, നമ്മളും ആത്മജീവികളാണ്. അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ സ്വരൂപവും സാദൃശ്യവും ഉണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിന് 2 കൈ ഉള്ളതുപോലെ എനിക്ക് 2 കൈ ഉണ്ടെന്ന് പറയുന്നതല്ല. വി ആർ സ്പിരിച്വൽ ബീയിങ്സ്. ആ സ്പിരിച്വൽ ബീയിങ് ആയതുകൊണ്ടാണ് ദൈവത്തിന് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യനിൽ പോലും ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ഇടപെടുന്നത് കൊണ്ട് ദൈവത്തിന് നേരെ അവൻ്റെ ആത്മാവിൻ്റെ വാതിലുകൾ അവൻ അടച്ച് കൊളുത്തിട്ട് വച്ചിരിക്കുകയാണ്. ഹീ ഈസ് ആക്ടിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്. കാരണം ഇപ്പം അവൻ നടക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. തങ്ങൾക്ക് ബോധിച്ചവരെ, ഓരോരുത്തൻ ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസിന് ശേഷം 17-ാം അധ്യായത്തിലും കർത്താവ് ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നോഹയുടെ കാലം പോലെയാകും. ആ കാലത്തിൻ്റെ പ്രത്യേകത മനുഷ്യൻ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക, ഇതൊക്കെ എന്താണ്? ദീസ് ആർ തിങ്സ് ഓഫ് ദ ഫ്ലഷ്. ശരീരത്തിൻ്റെ കാര്യങ്ങളാണ്. ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ ആലോചിക്കുന്നുള്ളൂ. ഹീ ഈസ് നോട്ട് ഓപ്പണിംഗ് ഹിസ് സ്പിരിറ്റ്. ഹീ ഈസ് നോട്ട് opening the doors of his spirit towards God, and God is not able to enter into the spirit of man because he has closed it. അവനത് അടച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് വാദിക്കുവാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം അവൻ ഒരു ശരീരം മാത്രമുള്ള ജീവി എന്നതുപോലെ ഇടപെടുന്നു. എന്തിനു വേണ്ടി ഞാൻ അവനെ സൃഷ്ടിച്ചോ അതിപ്പോൾ അസാധ്യമായി തീർന്നിരിക്കുന്നു. എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? മനുഷ്യനുമായി സംസർഗത്തിൽ കഴിയേണ്ടതിന്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസർഗമായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ മോഹം. അതിപ്പോൾ നടക്കുന്നില്ല. പിന്നെ എന്തിനാ അവൻ അധികം കാലം ജീവിക്കുന്നത്? അതുകൊണ്ട് അവൻ്റെ ആയുസ് 120 സംവത്സരമായി തീരും. പർപ്പസ് നിലനിർത്താത്തത് കൊണ്ട്. എന്നിട്ട് കർത്താവ് താഴോട്ട് പറയാണ്, ഐ ആം ഗ്രീവ്ഡ് ബിക്കോസ് ഐ ഹാവ് ക്രിയേറ്റഡ് മാൻ. ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. ഏത് മനുഷ്യനെ? എല്ലാ മനുഷ്യരെയും. നോഹയുടെ തലമുറയിലെ സകല മനുഷ്യരും ദൈവത്തെ ദുഃഖിപ്പിച്ചു, എക്സെപ്റ്റ് നോവ. ഒറ്റ ഒരു വ്യക്തി. ഒരു പക്ഷേ മില്യൺ പീപ്പിൾ വെർ ദേർ, വി ഡു നോട്ട് നോ. ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കാം, വി ഡു നോട്ട് നോ. പക്ഷേ ആ ലക്ഷത്തിൽ ഒരാൾ മാത്രം ദൈവത്തിന് നേരെ തൻ്റെ ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു വെച്ചു. ബാക്കി എല്ലാവരും ഒരു ശരീരം മാത്രമുള്ളവർ എന്നതുപോലെ ഇടപെട്ടു. നോവയ്ക്ക് ഒരു കൂട്ടുമില്ലായിരുന്നു. ഒരു തലമുറ മുഴുവൻ ദൈവത്തെ വേദനിപ്പിച്ചപ്പോൾ അവിടെയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റയ്ക്ക് നിന്ന വ്യക്തിയാണ് നോഹ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹാബേലിൻ്റെ കാര്യത്തിൽ അവൻ്റെ ഭവനത്തിൽ അവനെ മനസ്സിലാക്കാൻ, അവൻ്റെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ അവൻ കോസ്റ്റ് കൊടുത്ത് എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്ക് അവൻ ദൈവത്തോട് കൂടെ നടന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് തന്നെയാണ്, നോവ ഫൗണ്ട് ഫേവർ ഇൻ ദി ഐസ് ഓഫ് ഗാഡ്. ഋഗ്വേദൻ പറയുന്നത് പോലെ, he made a smile upon the face of God. ദൈവത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി. ബാക്കിയുള്ള എല്ലാവരെയും നോക്കിയപ്പോൾ ദൈവം ദുഃഖിച്ചു. പക്ഷെ നോഹയെ നോക്കിയപ്പോൾ ദൈവം ഒന്ന് പുഞ്ചിരിച്ചു. നോവ, നീയോടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയെ എന്നേ നശിപ്പിച്ച് കളയുമായിരുന്നു. ഞാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചതുകൊണ്ട് യാതൊരു ഗുണവും ഞാൻ കണ്ടില്ല. ബിക്കോസ് എവ്രിബഡി ഇൻ യുവർ ജനറേഷൻ, they all failed
to open their spirit towards me. I couldn't communicate with any one of them. അവരിൽ ഒരാളുമായിട്ട് പോലും സംസാരിക്കുവാൻ എനിക്ക് കഴിയാതിരുന്നപ്പോൾ, ഐ എം ഹാപ്പി ബിക്കോസ് യു ഹാവ് ഓപ്പൺഡ് യുവർ സ്പിരിറ്റ് ടുവേർഡ്സ് മീ, യുവർ ഹാർട്ട് ടുവേർഡ്സ് മീ. ഇതാണ് സ്പിരിച്വാലിറ്റി. ഇതാണ് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുമുള്ള സകല വ്യക്തികളും ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ജീവിതം ജീവിക്കുമ്പോൾ, സകല വ്യക്തികളും ശരീരം മാത്രമുള്ള ജീവികൾ എന്നതുപോലെ ജീവിക്കുമ്പോൾ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നോഹയുടെ കാലം പോലെ ആകും. അന്ത്യകാലത്തെക്കുറിച്ച് അത് നോഹയുടെ കാലം പോലെ ആകുമെന്ന് കർത്താവ് പറഞ്ഞത് ഇതിനേക്കാൾ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇന്ന് ഏത് മനുഷ്യനും ഹീ ഈസ് ലിവിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്. ഒരു ശരീരം മാത്രമുള്ളവനെ പോലെയാണ് ഇന്നത്തെ സകല മനുഷ്യരുടെയും ജീവിതം. തിങ്ക് അബൌട്ട് ഇറ്റ്. കർത്താവ് പറഞ്ഞ വാക്കുകൾ എത്ര പ്രസക്തമായിരിക്കുന്നു ഈ കാലയളവിൽ. ആത്മാവെന്നുള്ള യാഥാർത്ഥ്യം അനുഭവിക്കുവാൻ കഴിയുന്നവരുടെ എണ്ണം എത്രയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ലുക്ക് അറ്റ് ദ ക്യാമ്പസ്. ദ സ്റ്റുഡൻസ്, ദേ ആർ ലിവിങ് ആസ് ഇഫ് ദേ ഹാവ് ഓൺലി ഫ്ലഷ്. ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവരായ ആളുകളാണ്, പിള്ളേരാണ് ഇന്നത്തെ ക്യാമ്പസിൽ കാണുന്നത്. ഹല്ലേലൂയ. തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും. ലോകത്തിൻ്റെ കാലം പോലെ ആകും എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടാണ്. അവർ വിറ്റും നട്ടും, അല്ലേ? വിറ്റും നട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കൂടെ പഠിച്ചു. നോഹയുടെ കാലത്ത് പിന്നെ ബിസിനസ് ഒന്നും ഇല്ലായിരുന്നു. ലോകത്തിൻ്റെ കാലം ആയപ്പോഴത്തേക്ക് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പൂർണ്ണതയായി. വി തിങ്ക് ഓൺലി എവ്രിതിങ് ഇൻ ബിസിനസ് ടേംസ്. ലാഭം മാത്രം നോക്കിയുള്ള ആളുകൾ, ലാഭം മാത്രം. അവിടെ വിവാഹത്തിൻ്റെ കാര്യം പോലും പറയുന്നില്ല. കല്യാണം കഴിക്കത്തില്ലല്ലോ, കല്യാണം പോലും ഇല്ല. ലോകത്തിൻ്റെ കാലഘട്ടത്തിൽ എന്തില്ല? കല്യാണം പോലും ഇല്ല. ഇന്നും അതാ സംഭവിച്ചിരിക്കുന്നത്. ഒരു അമേരിക്കയിലുള്ള ഒരു സ്ത്രീ പറഞ്ഞ ഒരു കാര്യം, ലിറ്ററലി പറഞ്ഞ ഒരു കാര്യം. അവരുടെ പേരൻസ് US-ലായിരുന്നു. അവിടെ വളർന്ന ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞൊരു കാര്യം, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഒക്കെ പേടി ഞാൻ വല്ല സായിപ്പിനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വരുമോ എന്നായിരുന്നു. കഴിഞ്ഞ തലമുറയിലെ ഒരു സ്ത്രീയാണ്. പണ്ടത്തെ ഒരു വലിയ പ്രശ്നമാണ്. അവിടെ പേരൻസ് ഉണ്ടായിരുന്നവരുടെ ഒരു 30 കൊല്ലം മുമ്പോ വല്ലതും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് 30 കൊല്ലം മുമ്പുണ്ടായിരുന്ന പിള്ളേരെക്കുറിച്ചുള്ള അപ്പൻ്റെ അമ്മയുടെയും പേടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൾ ഏതെങ്കിലും ഒരു സാഹിബിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരുമോ എന്നുള്ള പേടിയായിരുന്നു. എന്നാൽ എൻ്റെ മക്കളുടെ കാലം വന്നപ്പോൾ ഞങ്ങളുടെ പേടി ഇവൾ വല്ല കളേർഡായിട്ടുള്ള എവിടുന്നെങ്കിലുള്ള മെക്സിക്കനെയോ അല്ലെങ്കിൽ സമത കമ്മ്യൂണിറ്റി അവിടുന്ന് എവിടുന്നെങ്കിലും ഒരുത്തനെ പിടിച്ചുകൊണ്ട് വരുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പേടി. പക്ഷേ ഇപ്പം ഞങ്ങളുടെ കൊച്ചുമക്കളുടെ കാലം വന്നപ്പോൾ ഞങ്ങളുടെ പെൺപിള്ളേർ വേറെ വല്ല പെൺപിള്ളേരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുമെന്നുള്ളതാണ്. ഞാൻ തമാശ പറയുന്നതല്ല, വളരെ ജെനുവിനായിട്ടൊരു സ്ത്രീ പറഞ്ഞ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇവളൊരു പുരുഷനെയെങ്കിലും കൊണ്ടുവരണമെന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഇന്നത്തെ തലമുറ. കർത്താവ് പറഞ്ഞത് എത്ര കൃത്യമായി അച്ചട്ടായിട്ട് ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ഇമ്മൊറാലിറ്റി. ഞാൻ മലാവിയിൽ, ആഫ്രിക്കയിലെ മലാവിയിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കേസ് നടക്കുക. അവിടെ ഒരു പയ്യനെ കല്യാണം കഴിച്ചു. അതിൻ്റെ സെലിബ്രേഷൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോർട്ട് അതിനെതിരായിട്ട് വേർഡിക്റ്റ് പുറപ്പെടുവിച്ചു. ഗേ മാരേജ് ഈസ് നോട്ട് അലൗഡ് ഇൻ മലാവി. അതിനകത്ത് ജഡ്ജ് പറഞ്ഞ വാചകം, മലാവി ഈസ് നോട്ട് യെറ്റ് പ്രിപ്പയർഡ് ടു റിസീവ് അവർ സൺസ് ആസ് അവർ ഡോട്ടർ ഇൻ ലോസ്. ഞങ്ങളുടെ ആൺമക്കളെ ഞങ്ങളുടെ മരുമക്കളായി സ്വീകരിക്കുവാൻ തക്കവണ്ണം മലാവി ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല എന്ന് ആ ജഡ്ജ് വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞു. പക്ഷേ ആ ആഴ്ചയിൽ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ യൂറോപ്പിലെ സകല രാജ്യങ്ങളും മലാവി ഒരു കാടൻ രാജ്യമാണെന്നും
മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കാത്ത രാജ്യമാണെന്നും പറഞ്ഞ് അപലപിച്ചുകൊണ്ട് അവർ പ്രസ്താവനകൾ ഇറക്കി. ഞാൻ ആഫ്രിക്കയിൽ മലാവിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന അന്നത്തെ പേപ്പേഴ്സ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാഫ്രിക്കൻ രാജ്യം, അല്പമെങ്കിലും ബോധം ഉള്ള ഒരു ജഡ്ജ്, ഞങ്ങളുടെ രാജ്യം ഗേ മാരേജസിന് തക്കവണ്ണം ഗേ മാരേജസിന് പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ പരിഷ്കൃതരെന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും യുണൈറ്റഡ് നേഷൻസും മലാവിയെ വിളിച്ചതൊരു കാടൻ രാജ്യമെന്നാണ്. അതാ ഇന്നത്തെ ലോകം. ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ ഒരു കാടനെന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഭയങ്കരമായ കോസ്റ്റ് കൊടുത്താൽ മാത്രം ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഭയങ്കരമായിട്ട് കോസ്റ്റ് കൊടുത്താൽ മാത്രം. ബിക്കോസ് ഒരു യൂറോപ്യനോട് ഞങ്ങളുടെ ജെയിംസ് ഒരിക്കൽ ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? ഞാൻ പറഞ്ഞു, നോ, ഐ എം എ ഹ്യൂമൻ. നീ ഒരു ക്രിസ്ത്യാനിയാണോ? അല്ല, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പറയുന്നത്, ഹു ഈസ് എ ക്രിസ്ത്യൻ? ഐ എം എ ഹ്യൂമൻ. പണ്ട് യൂറോപ്യൻ മിഷണറിമാർ ഇന്ത്യയിൽ വന്ന ആളുകളെ ക്രിസ്ത്യാനികളാക്കിക്കൊണ്ടിരിക്കുക. ബട്ട് ഇറ്റ് ഈസ് ടൈം ഫോർ us to go there and make people Christians. എന്തോരം കഷ്ടമായി ലോകത്തിലെ കാര്യം. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത ഏതാണ്? നോവ ഹാഡ് ടു സഫർ വെരി മച്ച്. ബിക്കോസ് അവൻ്റെ സ്പിരിച്വാലിറ്റി ആരും മനസ്സിലാക്കിയില്ല. എല്ലാവരും വിവാഹത്തിന് കൊടുത്തും, അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. ദേ തോട്ട് റിലിജിയൻ ഈസ് ഓൺലി ഫോർ ഓൾഡ് പീപ്പിൾ ലൈക്ക് നോവ. നോഹയെ പോലുള്ള കിളവന്മാർക്ക്, വയസ്സന്മാർക്ക് വേണ്ടിയുള്ളതാണ് മതം എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ നോവ വാക്ക്ഡ് വിത്ത് ഗാഡ്. അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഹിയറിംഗ് ദ വോയിസ് ഓഫ് ഗാഡ്. അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്ക് നടക്കുന്നവനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തുള്ളൂ. ആ തലമുറയിലെ മുഴുവൻ ആളുകളും അവരുടെ ആത്മാവിൻ്റെ വാതിലുകൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ വണ്ണം കൊട്ടിയടച്ചപ്പോൾ നോഹ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി അവൻ്റെ ശബ്ദം കേൾക്കാൻ ഹൃദയത്തിൻ്റെ വാതിലുകൾ, ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ലോകമുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് നോവ വാസ് നോട്ട് ദെയർ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി ലോകത്തിൽ ജീവിച്ചിരുന്നില്ലെങ്കിൽ, ഡു യു തിങ്ക് ദാറ്റ് ദ വേൾഡ് ഷുഡ് ബി ഹിയർ? ഈ ലോകം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ കാര്യം? നോഹ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് മനുഷ്യനുള്ളത്. അല്ലെങ്കിൽ ദൈവം മൊത്തമായും ആ ഭൂമിയെ നശിപ്പിക്കാൻ ഒരുങ്ങിയതാണ്, മൊത്തമായിട്ട്. But Noah found favor in the eyes of God. And God said, കർത്താവിനോട് പറയുന്നതാണ്. നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിതുന്ന, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എനിക്ക് നിൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, വേറെ ആരെയും രക്ഷിക്കണ്ട. പക്ഷെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം പണിത നോഹ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പെട്ടകത്തിലേക്ക് മുഴുവൻ ആളുകളെയും വിളിച്ചു കയറ്റാൻ നോക്കുകയാണ്. നടന്നില്ല. അതാണ് ദൈവത്തോടു കൂടെ നടക്കുന്നവൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ സഹാനുഭൂതി അവനിലേക്ക് പകർന്നു കിട്ടുകയാണ്. ഹി വാസ് കോളിങ് എവ്രിബഡി, കം, രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. കർത്താവിനോട് പറഞ്ഞു. നോക്ക്, അവൻ ലോകത്തോട് എന്ന് പറയാം, കർത്താവിനോട് പറഞ്ഞു വലിയ മഴ വരാൻ പോകുന്നെന്ന്. ആൾക്കാരെന്താ പറഞ്ഞു? മഴയോ എന്ന് വെച്ചാൽ എന്നാ? എനിക്ക് നോഹയേക്കാൾ ഇഷ്ടം നോഹയുടെ പിള്ളേരെയാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നോഹയുടെ പിള്ളേരന്ന് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ ഞാനിങ്ങനെ ഒന്ന് വിഭാവന ചെയ്ത് നോക്കിയിട്ടുണ്ട്. നോഹയുടെ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പിള്ളേർ ചോദിക്കും, എടാ നിൻ്റെ അപ്പൻ എന്നാ എടുക്കുക? ഉടനെ അവർ പറയും, ഞങ്ങളുടെ അപ്പൻ വലിയൊരു കപ്പൽ പണിയുക. കപ്പലോ? പുള്ളി എവിടെ അപ്പോൾ താമസിക്കുന്നത്? മെഡിറ്ററേനിയൻ സീയുടെ അടുത്ത് വല്ലതുമാണ്. അന്ന് അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? കടൽ എന്ന് പറയുന്നത് മധ്യധരണി ആഴിയാണല്ലോ. അവിടെയാണോ നിൻ്റെ അപ്പനപ്പോൾ താമസിക്കുന്നത്? ഇവിടെ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത്.
അപ്പം പിന്നെ കപ്പലെവിടെ പണിയുന്നത്? കപ്പൽ പണിയുന്നത് ഞങ്ങളുടെ വീടിരിക്കുന്ന മലയുടെ മുകളിൽ. മലയുടെ മുകളിൽ ആരെങ്കിലും കപ്പൽ പണിയൂടാ? കപ്പൽ പണിയാണെങ്കിൽ ഇവിടെ പണിയേണ്ടത് കടലിൻ്റെ അടുത്തല്ലേ പോയി കപ്പൽ പണിയണ്ടേ? അതെന്തോ പരിപാടി നീ കാണിക്കുന്നത്? അതെ, ഞങ്ങളുടെ അപ്പൻ പറഞ്ഞു മലയെ പണിതാൽ മതി, ഇത് പണിത് കഴിയുമ്പോഴത്തേക്ക് കടൽ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് പണിത് കഴിയുമ്പോൾ കടൽ ഇങ്ങോട്ട് വന്നോളും. എങ്ങനെയാണ് കടൽ അങ്ങോട്ട് വരുന്നത്? അത് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു മോളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമെന്ന്. അന്ന് വരെ അവരാരും മഴ കണ്ടിട്ടില്ല, അന്ന് വരെ മേഘം കറുത്ത് കണ്ടിട്ടില്ല. അന്ന് ഭൂമി നനഞ്ഞിരുന്നത് എങ്ങനെയാണ്? താഴെ നിന്ന് മുകളിലോട്ട് വെള്ളം വരുന്നതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, അന്ന് വരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ചപ്പോൾ അവൻ അതിൽ ലവലേശം സംശയിക്കാതെ ദൈവത്തിൻ്റെ വാക്കാണ് ഞാൻ കേൾക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ വിശ്വാസത്താൽ കർത്താവിൻ്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. If you are standing alone, you're going to hear things that no one else in the history have ever heard. ചരിത്രത്തിൽ ഒരാൾ പോലും കേട്ടിട്ടില്ലാത്ത വാക്കുകൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാകുമ്പോഴാണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു മോളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമെന്ന്. എന്നെ ചോദിച്ചു അതിനാടാ പുള്ളി അങ്ങനെ പറയാൻ കാര്യം, പുള്ളിക്ക് എന്തോ പറ്റി? അപ്പോൾ പറഞ്ഞു അതെ, ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം പറഞ്ഞു. നിങ്ങളുടെ അപ്പച്ചനോട് ദൈവം പറഞ്ഞു? ദൈവം അങ്ങനെ ആരോട് സംസാരിക്കുമോടാ? പിന്നെ ഞങ്ങളുടെ അപ്പച്ചനോട് എപ്പോഴും സംസാരിക്കും ദൈവം. ഞങ്ങൾ ആ വലിയ കപ്പൽ പണിതുകൊണ്ടിരിക്കുക, ഞങ്ങളും കൂടിയാ പണിയുന്നേ. അവൻ്റെ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു കാണും? നല്ല പിള്ളേരായിരുന്നു, എന്തോ പറയാനാ. പക്ഷെ അപ്പന് ഭ്രാന്ത് പിടിച്ചു പോയി. ഒരു ഭ്രാന്തൻ്റെ മകൻ എന്നാണ് നോഹയുടെ മക്കളെക്കുറിച്ച് അവൻ്റെ സഹപാഠികൾ അവരെ വിളിച്ചത്. എന്നിട്ടും അവരൊരു കാര്യം ഉറപ്പാക്കി, ഞങ്ങളുടെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പാരൻസിൻ്റെ മീറ്റിങ്ങിനൊക്കെ പറയാറുള്ള കാര്യമുണ്ട്, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതാണ്, ഞങ്ങളുടെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അവൻ എൻജിനീയറും ഡോക്ടറും ഒന്നും ആയില്ലെങ്കിലും വേണ്ടുകയില്ല, അവൻ ഏറ്റവും കുറഞ്ഞ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, എൻ്റെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അപ്പനെ ആ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. That's the biggest joy when you are living in this world. Your children says that they have a father who is in proper communication with God. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കുക. അത് മക്കൾ അതേപോലെ അനുസരിച്ചു. ഞാനിതിനെക്കുറിച്ച് പല സമയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചത് കൊണ്ടാണ് ഈ കപ്പൽ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നടന്നേ പറ്റൂ. ഇവിടെ കപ്പൽ പണിയുന്നൊരു പാർട്ടി ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ജോൺസൺ. ഞാൻ ജോൺസണോട് ചോദിച്ചിട്ടുണ്ട്, ഈ വീടൊക്കെ പണിയുമ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും അതവിടെ നിന്നോളും, അത്രയ്ക്ക് വലിയ ചരിഞ്ഞൊന്നും പോകത്തില്ല. എന്നാൽ 33.25 മുഴം നീളത്തിൽ ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു മരം ചെത്തിക്കൊണ്ട് വരാൻ ഫിക്സ് ചെയ്യാനായിട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഷേമിനോട് അല്ലെങ്കിൽ യാഫത്തിനോട് നോഹ പറയുമ്പോഴത്തേക്ക് അവൻ പോയി കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് 33.25 വരെ 34 കൊണ്ട് വന്നെന്ന് വെച്ചു. നോഹ എന്ത് പറയും? നോ, ദൈവം പറഞ്ഞത് 33.25 മുഴമെന്നാണ്. കൊണ്ടുപോയി ബാക്കി 1/4 മുഴം കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. അത്രയ്ക്ക് കൃത്യമായിട്ടാണ് ഇത് നടത്തിയത്. ആ മക്കൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി വീണ്ടും അപ്പനെ കളിപ്പിക്കത്തൊന്നുമില്ല. നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്താണ്, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെയും പപ്പ മുറിച്ചെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവരും. ഈ പിള്ളേർ അങ്ങനൊന്നും കാണിച്ചില്ല. അങ്ങനെ കാണിച്ചായിരുന്നു ഈ കപ്പൽ മുങ്ങിപ്പോയിന് ഇല്ലേ? നോഹയുടെ കപ്പൽ മുങ്ങാതിരിക്കാൻ കാര്യം എന്തുവാ? അവൻ്റെ അപ്പനോട് ദൈവം പറഞ്ഞ അളവനുസരിച്ച് അവൻ പണിതുകൊണ്ടാണ്. അതായത് അപ്പനോട് ദൈവം സംസാരിച്ച അതേ ക്രമീകരണത്തിൽ മക്കൾ ജീവിച്ചത് കൊണ്ടാണ് ആ കപ്പൽ മുങ്ങാഞ്ഞത്. ഹല്ലേലൂയ. God wants us to be stand alone. ദൈവം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കാൻ. നമ്മൾ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നോഹയുടെ കാര്യത്തെക്കുറിച്ച് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ
മൂന്നാം അധ്യായത്തിൻ്റെ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അല്പജനം എന്നാൽ 8 പേർ. ഞാൻ പറഞ്ഞല്ലോ, 1,000,000 പീപ്പിൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കും, നമുക്കറിയത്തില്ല. പക്ഷേ അതിനകത്ത് എത്ര പേര് മാത്രമേ രക്ഷ പ്രാപിച്ചുള്ളൂ? 8 പീപ്പിൾ. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ എണ്ണം പെർസെൻറ്റേജ് കുറഞ്ഞു വരികയാണ്. പക്ഷേ എത്ര കുറഞ്ഞാലും ആ മൈനോറിറ്റിയുടെ കൂടെ ആയിരിക്കും ഞാൻ എന്ന് നമ്മൾ തീരുമാനമെടുത്താലേ പറ്റുള്ളൂ. നോഹയുടെ കൂടെ ഉണ്ടായിരുന്നത് വെറും 8 പേരാണ്. അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ 3 മക്കളും അവൻ്റെ 3 മരുമക്കളും. ഫിനിഷ്. നോബഡി എൽസ്. അവൻ്റെ കുടുംബം. നമ്മൾ 2 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ കുറേ കൂടെ കൃത്യമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ന്റെ വാക്യത്തിൽ, പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ട ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും 7 പേരോടുകൂടെ ദൈവം എന്തു ചെയ്തു? പാലിച്ചു. അവനെ ദൈവം കളിപ്പിച്ചില്ല. ദൈവത്തിന് വേണ്ടി ശബ്ദം കേട്ടിറങ്ങി അവനെ ദൈവം എന്തു ചെയ്തില്ല? കളിപ്പിച്ചില്ല. ആ പുരാതന ലോകത്തെ മുഴുവൻ ദൈവം ന്യായം വിധിച്ചു. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകാതെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാതെ ദൈവത്തെ നിഷേധിച്ചവരായ മുഴുവൻ പേരെയും ദൈവം, ആ പുരാതന ലോകത്തെ മുഴുവൻ ആളുകളെയും ദൈവം ന്യായം വിധിച്ചു. എന്നാൽ ദൈവം നോഹയോട് പ്രോമിസ് ചെയ്തിരുന്നത് ദൈവം നിർവഹിച്ചു. അവൻ നോഹയെ ആദരിച്ചു. വി നീഡ് ടു സ്റ്റാൻഡ് അലോൺ ആൻഡ് ദർ ഈസ് എ റിവാർഡ്. നമ്മൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും അതിനൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം എന്ന് പറയുന്നത് ഭൂമിയിൽ നമുക്ക് വസ്തുവും വള്ളവും കാറും വീടും ഒന്നും കിട്ടുന്നതല്ല. അതല്ല. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? ജലപ്രളയം ഒടുങ്ങി അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ നോഹയെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു ബ്ലസ് യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ പെരുകി ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി നിറയുവൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നവിടെ പറയുന്ന ആ വാക്ക് ആദമിനോട് പറഞ്ഞ അതേ വാക്കാണ് പറയുന്നത്. ആദമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്താണ്? നിങ്ങൾ പെരുകി സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെയും നിറയുവേൻ. ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശമാണ് അതിലൂടെ ദൈവം ആദമിന് കൊടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അപ്പൻ്റെ പേരാണ്, അപ്പൻ്റെ വസ്തുവല്ല. ഒരു ജൂയിഷ് മൈൻഡ് സെറ്റപ്പിൽ നമുക്കത് മനസ്സിലാക്കുന്നത്, ഒരു ഹീബ്രു മൈൻഡ് സെറ്റപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പൻ്റെ വസ്തുക്കളല്ല. എന്താണ്? അപ്പൻ്റെ പേര് നിലനിർത്തുവാനുള്ള അവകാശമാണ്. ഇവിടെയും അതാ സംഭവിക്കുന്നത്. ആദമിനോട് ദൈവം പറയുകയാണ്, യു വിൽ സ്റ്റാൻഡ് ഓൺ ബിഹാഫ് ഓഫ് മീ. നീ എൻ്റെ പേരിൽ നിൽക്കും. എല്ലാത്തിനെയും ഞാൻ നിൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അവിടെ തേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് പുത്രാധികാരമാണ്. മകനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. പിതാവിൻ്റെ സകല കാര്യങ്ങളുടെയും അധിപതിയായി അപ്പന് പകരം നിൽക്കാനുള്ള അവകാശമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ആ അനുഗ്രഹമാണ് ദൈവം ആദമിന് കൊടുത്തത്. ആ അനുഗ്രഹമാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. ആ അനുഗ്രഹമാണ് ഇസഹാക്കിന് കൊടുത്തത്. ആ അനുഗ്രഹമാണ് യാക്കോബിന് കൊടുത്തത്. ആ അനുഗ്രഹമാണ് യേശുവിന് കൊടുത്തത്. ടു റിപ്രസെൻറ്റ് ഗാഡ്. നൗ ഇറ്റ് ഈസ് വിത്ത് ദ ചർച്ച്. നോക്കുക, വസ്തുവും വള്ളവും മറ്റുള്ള കാര്യങ്ങളും ലോകത്തിൽ എല്ലാവർക്കും കിട്ടും. പക്ഷേ യേശുവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എന്ന അനുഗ്രഹം ലഭിക്കുന്നത് അവന് വേണ്ടി നിലകൊണ്ട വ്യക്തികൾക്ക് മാത്രമാണ്. നോഹയോട് കർത്താവ് പറയാണ്, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് എല്ലാവരും എന്നെ വേദനിപ്പിച്ചപ്പോൾ, ദുഃഖിപ്പിച്ചപ്പോൾ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കുവാൻ തക്കവണ്ണം എൻ്റെ വാക്കുകൾക്കായി നിൻ്റെ ആത്മാവിൻ്റെ വാതിലുകളെ നീ തുറന്നിട്ടെങ്കിൽ ഇതാ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു.